അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. സ്ത്രീകൾക്കെതിരെയുള്ള അപഹാസ്യ പരാമർശത്തിൽ ഖേദം പ്രകടിപ്പിച്ച് മന്ത്രി CP ജോൺ കാശ് വേണ്ടാത്ത KSRTC ബസ്സുകളിൽ സ്ത്രീ യാത്രക്കാർ തള്ളിക്കയറുന്നുവെന്നും ബസ്സിന് കാശില്ലാത്ത സ്ത്രീ സ്വകാര്യ സ്കൂളിൽ കുട്ടികളെ പഠിക്കാൻ വിടുന്നുവെന്നും അസുഖം വന്നാൽ പ്രൈവറ്റ് ആശുപത്രിയിൽ പോകാൻ പേടിയാണെന്നും അച്ഛനെയും ഭർത്താവിനെയും കൊണ്ട് സർക്കാർ ആശുപത്രിയുടെ വരാന്തയിൽ കിടക്കുന്നു എന്നതടക്കം പരിഹാസ്യ പരാമർശങ്ങൾ വൻ വിവാദമായതോടെയാണ് മന്ത്രി പരസ്യമായി ഖേദം പ്രകടിപ്പിച്ചത്. ഒപ്പം താൻ പറഞ്ഞ വാക്കുകൾ കേരളത്തിലെ ദാരിദ്ര്യത്തെക്കുറിച്ചാണെന്ന് പറഞ്ഞ് തന്റെ വാക്കുകളെ ന്യായീകരിച്ച് മെഴുകാനും ശ്രമം നടത്തി. ഖേദം പ്രകടിപ്പിക്കാം, എന്താ വിഷമം? എനിക്കൊരു ഈഗോയും ഇല്ല. കാരണം അങ്ങനെ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ ഞാൻ ഔപചാരികമായിട്ട് പറയുന്നു, ഞാൻ ഖേദം പ്രകടിപ്പിക്കുകയാണ്. ആർക്കെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. കാരണം പ്രിയദർശിനി ഞങ്ങളുടെ പ്രസ്ഥാനമാണ്, ഞങ്ങൾ തുടങ്ങിയൊരു കാര്യമാണ്. അപ്പോൾ അത് മുന്നോട്ട് കൊണ്ടുപോകുക എന്നുള്ളത് ഞങ്ങളുടെ ഏറ്റവും വലിയ കമ്മിറ്റ്മെൻ്റാണ്. അതിൻ്റെ ഉപഭോക്താക്കൾക്ക് അത് കിട്ടേണ്ടത് അവരുടെ റൈറ്റാണ്. പക്ഷെ ഞാൻ പറഞ്ഞ കാര്യം വളരെ വ്യക്തമാക്കുകയാണ്, കേരളത്തിൽ ദാരിദ്ര്യമുണ്ട്. അതാണ് പൊളിറ്റിക്കൽ പോയിന്റ്. കേരളത്തിൽ നല്ല ദാരിദ്ര്യമുണ്ട്. അത് ഇല്ലാതായി എന്ന ചില സ്റ്റേറ്റ്മെന്റുകൾ ഇതിനു മുമ്പ് വന്നല്ലോ. അത് ശരിയല്ല. വളരെ കടുത്ത ദാരിദ്ര്യം ഇപ്പോഴുമുണ്ട്. അത് പരിഹരിക്കണം. അത് പരിഹരിക്കാനാണ് ഞങ്ങൾ തിരഞ്ഞെടുത്തിട്ടുള്ളത്. മലയാളം ടെലിവിഷൻ, തിരുവനന്തപുരം. അതെ, ഇതൊക്കെ ഇത്തിരി മെനക്കേടുള്ള പണിയാ. അതിന് നീ മെനക്കെടുന്ന് ഞാൻ ഇതുവരെ കണ്ടിട്ടില്ലല്ലോ. ഞാൻ ഹാർഡ് വർക്കർ അല്ലല്ലോ മിസ്റ്റർ, സ്മാർട്ട് വർക്കർ അല്ലേ. ഷൈനെക്സ്. ഷൈനെക്സ് ആവുമ്പോ നമ്മൾ മുടക്കിയ കാശിനുള്ള വാല്യൂം കിട്ടും. അപ്പൊ എങ്ങനെയാ? ബാക്കി അലക്കല്ലേ.